5 വർഷം മുമ്പ് വുഹാനിൽ ആരംഭിച്ച് ആഗോളതലത്തിൽ തന്നെ 7 ദശലക്ഷത്തിലധികം ജീവൻ അപഹരിച്ച COVID-19 പാൻഡമിക്കിന്റെ അതേ നാളുകൾ തിരിച്ചു വരികയാണോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം തന്നെ. കൊറോണ വൈറസിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും ചൈനയിൽ ആശുപത്രികളിൽ തിങ്ങി നിറഞ്ഞ മുഖംമൂടി ധരിച്ച രോഗികളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചൈനയിൽ ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന HMPV വൈറസ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാകുന്ന വൈറസാണ്. ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കാം. എന്നാൽ പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധ ശേഷി തീരെ കുറവുള്ളവർ എന്നിവരിലാണ് ഇത് കൂടുതലായി വ്യാപിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും HMPV വൈറസുകൾ വ്യാപിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വ്യാപനം ജനങ്ങൾ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നിരീക്ഷണത്തിൽ കർണാടകയിൽ 2, ഗുജറാത്തിൽ 1 എന്നിങ്ങനെ 3 കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ നാഗ്പൂരിലും 2 HMPV കേസുകൾ കണ്ടെത്തി. ഗുജറാത്തിൽ രാജസ്ഥാനിൽ നിന്നുള്ള 2 മാസം പ്രായമായുള്ള കുഞ്ഞിനാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. പ്രത്യേക വാക്സിനുകളോ മരുന്നുകളോ ഇല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയിലൂടെ HMPV അണുബാധകൾ സാധാരണയായി 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് കുട്ടികളും പ്രായമായവരും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് വിദഗ്ധർ ഉപദേശിച്ചിരിക്കുകയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാര്യമായ വർധനവ് കണ്ടിട്ടില്ല എങ്കിലും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ അധികാരികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ബോധവൽക്കരണം, മുൻകരുതലുകൾ, സമയബന്ധിതമായ വൈദ്യസഹായം എന്നിവ ഈ ശ്വാസകോശ വൈറസിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമാണെന്നാണ് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായി നിരീക്ഷണം ശക്തമാക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. 5 HMPV വൈറസ് രോഗികളെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങളും കടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകളും ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായി നിരീക്ഷണം ശക്തമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്നത്. പ്രത്യേക ചികിത്സകളൊന്നും ഇതിന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് തിരക്കേറിയ ഇടങ്ങളിൽ സ്വമേധയാ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പനി, മൂക്കൊലിപ്പ്, ചുമ എന്നിവയാണ് ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ. കഠിനമായ കേസുകളിൽ ശ്വാസം മുട്ടൽ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ശ്വാസമെടുക്കൽ എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ ഇത് ബ്രോങ്കലൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരെ പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ HMPVയുടെ 2 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ചെന്നൈയിലും സേലത്തുമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെ HMPV മൂലമുള്ള മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ, പ്രായമായവർ, ദുർബലമായ പ്രതിരോധ ശേഷി കുറവുള്ളവർ എന്നിവരിൽ HMPV അപ്പർ ആൻഡ് ലോവർ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകും. ഈ വൈറസ് വ്യക്തിയിൽ നിന്ന് മറ്റ് വ്യക്തികളിലേക്കോ അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് മറ്റൊരാളിലേക്കോ പടരുന്നു. ചുമ, പനി, ശ്വാസതടസ്സം എന്നിവയാണ് ഇതിന്റെ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. HMPV അണുബാധയുടെ ക്ലിനിക്കൽ ലക്ഷണങ്ങൾ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരെ പോകാനും സാധ്യതയുണ്ട്. എന്തായാലും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ജാഗരൂകരായിരിക്കുക. കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുക. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.